ഞാൻ സലാം പറഞ്ഞിട്ട് നീ എന്താ മടക്കാണ്ടിരുന്നത്? അതൊക്കെ ഓൾഡ് ഫാഷൻ അല്ലേ. അപ്പൊ നീ മദ്രസയിലൊന്നും പോവാറില്ലേ? മദ്രാസയിലോ? ആ, മാമാടെ കൂടെ പണ്ടൊരു വട്ടം പോയിട്ടുണ്ട്. മദ്രാസയിലല്ല, മദ്രസയിൽ പോയിട്ടുണ്ടോ എന്ന്? ആ, ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. അപ്പോൾ നിന്നെ ആരും ഉപദേശിക്കാറില്ലേ? ആ, ഉപ്പ ഉപദേശിക്കാറുണ്ട്. എന്നിട്ട് നീ എന്താ നന്നാവാത്തത്? അത് പോട്ടെ, എന്താ ഉപദേശിക്കാറുള്ളത്? കൃത്യമായി സ്കൂളിൽ പോകണം, വൈകുന്നേരം ഫുട്ബോൾ ക്രിക്കറ്റ് കളിക്കണം, രാത്രി TV കാണണം. ബെസ്റ്റ് ഫാമിലി, നിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, നിന്റെ കുടുംബത്തെ പറഞ്ഞാൽ മതി. അല്ല ഫൈസാനെ, മദ്രസയിൽ പോയിട്ട് എന്താ കാര്യം? മദ്രസയിൽ കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചു തരും. അതിനെനിക്കൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല, എനിക്ക് എല്ലാതും അറിയാം. എന്നാൽ നിന്നോട് ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചോട്ടെ? ആ, ധൈര്യമായി ചോദിക്കൂ, ഞാൻ നല്ല ഉത്തരം തരാം. കുളിയുടെ ഫർളുകൾ എത്ര? ഇതാണോ നിന്റെ ഇത്ര വലിയ ചോദ്യം? തോർത്ത്, ബക്കറ്റ്, വെള്ളം, സോപ്പ്. പൊട്ട, അതൊന്നുമല്ല. എനിക്ക് ഇങ്ങനത്തെ ഒന്നും അറിയില്ല. കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുള്ള ചോദിക്കാം. ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ എന്താ ചൊല്ലേണ്ടത്? ഉമ്മ, ചോറുതാ. തീറ്ററപ്പായി, നീ തീറ്റ കൊതിയിരുന്നല്ലേ? നിനക്ക് എന്നെ കണ്ടപ്പോ തന്നെ മനസ്സിലായെന്ന് തോന്നുന്നു. കുളിയുടെ ഫർളുകൾ 2. 1 നിയ്യത്ത്, 2 ശരീരം മുഴുവനും വെള്ളം ഒലിപ്പിക്കൽ. ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ചൊല്ലേണ്ടത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതാണ്. നീ പറയുന്നത് കേട്ട് എനിക്കും നന്നാവാൻ തോന്നുന്നുണ്ട്. നീ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നീ കൃത്യമായി മദ്രസയിൽ വന്നാൽ മതി. എന്നാൽ നമുക്ക് പിരിയാം. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം.